എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് പൂരി റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും പൂരിയൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും, എന്നാലും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. സോഫ്റ്റ് ആയിട്ട് എങ്ങനെ പൂരി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പൂരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ശകലം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർക്കുമ്പോൾ പൂരിക്കൊരു മയം കാണും, നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും. ചെറു ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ വേണം കുഴച്ചെടുക്കാനുള്ളത്. കണ്ടില്ല, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പൂരി പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചപ്പാത്തി പലക എടുത്ത് വെക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, പൂരി തയ്യാറാക്കുമ്പോൾ ഒരിക്കലും മാവ് കൊണ്ട് പരത്തരുത്. എണ്ണ ഒഴിച്ച് വേണം പരത്തിയെടുക്കാനുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു സൈസിൽ വേണം പരത്തിയെടുക്കാനുള്ളത്. ഞാനിപ്പോൾ എല്ലാ പൂരിയും പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചട്ടി അടുപ്പിൽ വയ്ക്കുക. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓരോ പൂരിയും ഇട്ട് പൊരിച്ചെടുക്കാം. മറിച്ചും തിരിച്ചിട്ട് കൊടുക്കുക. തവി കൊണ്ട് പ്രസ് ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ എല്ലാ പൂരിയും ചുട്ടെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം പൂരി ചുട്ടെടുക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും പൂരി തയ്യാറാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.